ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വെറൈറ്റി പരിപ്പോടിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണട്ടോ. അപ്പോൾ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇന്നലെ തന്നെ ഉണ്ടല്ലോ കുറച്ച് 1.5 കപ്പ് കടലപ്പരിപ്പ് നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് സോക്ക് ചെയ്ത് വെച്ചിരുന്നു കേട്ടോ വെള്ളത്തിൽ. അപ്പോൾ അതിപ്പോൾ വീണ്ടും എടുത്തിട്ട് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളമൊക്കെ അരിച്ചിട്ട് എടുത്തതാണ് ഇത്. ഇതിൽ ഒരു തുള്ളി വെള്ളം ഇല്ലാണ്ട് ശ്രദ്ധിക്കണം കേട്ടോ. നമുക്കിത് നല്ലപോലെ അരച്ചിട്ട് എടുക്കേണ്ടതാണ്. ഇനിയിപ്പോൾ ഇതാ ഞാനൊരു 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതിൽ നിന്ന് കുറച്ച് പരിപ്പ് എടുത്തിട്ട് മാറ്റുന്നുണ്ട്. ഏകദേശം ഒരു 1/4 കപ്പ് കേട്ടോ. മൊത്തം എടുത്തിരുന്ന ഒരു 1/4 കപ്പ്. നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ പരിപ്പ് വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ക്വാണ്ടിറ്റി കുറച്ച് കൂടുതൽ വേണമെങ്കിൽ കൂടുതലായിട്ട് പരിപ്പ് പുറത്തി വെക്കാം. 2-3 കപ്പൊക്കെ എടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഏകദേശം ഒരു 8 പീസ് സ്നാക്സ് ഉണ്ടാവുക. അപ്പോൾ അതവിടെ മാറ്റി വെക്കട്ടെ. എന്നിട്ട് ഒരു മിക്സിൻ്റെ ജാർ എടുക്കുക, ചെറിയ ജാർ എടുക്കട്ടെ, നമ്മൾ അരച്ചിട്ട് എടുക്കുന്നതൊക്കെ അതെടുക്കുക. എന്നിട്ട് അതിലേക്ക് ഞാനിപ്പോൾ ഇത് 2 പിടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മാത്രം ചേർത്തിട്ട് നല്ല പോലെ അരച്ചിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നല്ല പോലെ അരച്ചെടുക്കണം. സാധാരണ നമ്മൾ പരിപ്പ് വട ഉണ്ടാക്കുന്ന പോലെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ടല്ല എടുക്കുന്നത്. നല്ല മയത്തിൽ അരച്ചിട്ടെടുക്കട്ടെ. ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാണ്ട് അരച്ചിട്ടെടുത്തത്. ഇപ്പോൾ ഇതാ ഏകദേശം ഈ ഒരു രൂപത്തിലുണ്ടാവും കേട്ടോ. നല്ല പോലെ അരഞ്ഞ് കിട്ടണം. അതേസമയം 1-2 പീസൊക്കെ അരിഞ്ഞില്ല കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷേങ്കിൽ ബാക്കിയെല്ലാം നമ്മൾ അരിയൊക്കെ പോലെ ഉണ്ടാവുമല്ലോ, അരി പോലെ നമ്മൾ ഒട്ടും വെള്ളം തൊടിക്കാണ്ട് അരച്ചിട്ടെടുക്കണം. അപ്പോൾ ഇത് ഞാൻ ആദ്യത്തെ ബാച്ച് അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ രണ്ടാമത് വീണ്ടും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ. കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ തീരെ വെള്ളം ചേർക്കാണ്ട് പറ്റുന്നില്ലെങ്കിൽ 1-2 ടേബിൾ സ്പൂണൊക്കെ നോക്കി ചേർക്കാം. എന്നാലും ഒട്ടും വെള്ളം കൂടാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഇത് ഞാൻ മുഴുവനായിട്ട് അരച്ചിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ശരിക്കും ഒരു അരിയൊക്കെ അരച്ചെടുക്കുമല്ലോ, ഈ ഒരു രീതിക്കാണ് ഇപ്പോൾ ഉള്ളത്. നല്ല നമുക്ക് കയ്യിലൊക്കെ വെച്ചിട്ട് ഉരുട്ടാൻ പാകത്തിനുള്ളത് കേട്ടോ അരച്ചിട്ടെടുത്തത്. ഇനി നമുക്കുണ്ടല്ലോ നമ്മൾ ആദ്യം എടുത്തു വെച്ച പരിപ്പുണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് മുഴുവനായിട്ട് തന്നെ അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മളിതിൽ ഉള്ളി അങ്ങനത്തെ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. ഈ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ഒന്നും ചേർക്കുന്നില്ല. അതിന് പകരം ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ ഈ ഒരു 1/4 ടീസ്പൂണിൻ്റെ അളവിനാട്ടോ ബാക്കി എല്ലാ ചേരുവയും ഞാൻ ചേർക്കുന്നത്. ഇതാ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താ ഒരു 1/4 ടീസ്പൂൺ തന്നെ മുളക് പൊടി, വീണ്ടും ഒരു 1/4 ടീസ്പൂൺ തന്നെ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ചെറിയൊരു കളറിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുത്തത്. പിന്നെ ഇതാ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ സാധാ ഗരം മസാല ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. പിന്നെ ഇതിലേക്ക് ഉള്ളിയോ മല്ലിച്ചപ്പോ പിന്നെ കറിവേപ്പിലോ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. നമ്മൾ സാധാ എങ്ങനെയാണോ അരച്ചെടുക്കുക അതിൽ നല്ല വ്യത്യാസമായിട്ട് അരച്ചിട്ടെടുക്കും. മസാലപ്പൊടികളൊക്കെ ചേർക്കുകയും ചെയ്യുന്നത്. ഇനിയിപ്പോൾ അത് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ആ സമയത്തിൻ്റെ ഉള്ളിൽ ഞാനിതാ കുറച്ച് ബീഫ് ചെറിയ പീസുകളാക്കിയിട്ട് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് നല്ല പോലെ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്കിത് മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കണം. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മതി കേട്ടോ. എന്നാലും നമ്മൾ കൈ കൊണ്ട് മുറിച്ചിടാറ് നമ്മൾ മിക്സിയിൽ തന്നെ ക്രഷ് ചെയ്തിട്ടെടുക്കുക. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതാ കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇട്ട് കൊടുക്കുക. നല്ലോണം വഴറ്റി കൊടുക്കാം. അത് നല്ല പോലെ മൂത്ത് വരുമ്പോണ്ടല്ലോ അതിലേക്ക് ഇതാ ഒരു വലിയ സവാള എടുത്തിട്ട് ചെറിയ പീസുകളാക്കിയിട്ട് കട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കട്ടെ. വഴറ്റാൻ വേണമെങ്കിൽ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക. പക്ഷേ ഞാനൊന്നും ചേർക്കാണ്ട് തന്നെ നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അത് ഏകദേശം ഒന്ന് വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ അതിലേക്ക് ഇതാ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ആദ്യം തന്നെ നമുക്ക്. എന്നിട്ട് നല്ലപോലെ ഒന്നും കൂടി ഒന്ന് മിക്സ് ആക്കി കൊടുക്കട്ടോ. നല്ലപോലെ ഉള്ളി വഴറ്റി കിട്ടണം. ഇനിയിപ്പോൾ അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ തന്നെ മഞ്ഞൾപ്പൊടി. നമ്മൾ നേരത്തെ അളന്ന അതേ സ്പൂൺ ഉണ്ടല്ലോ അതിൽ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ തന്നെ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂണും പിന്നെ ഒരു 1/4 ടീസ്പൂണും ഗരം മസാലപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ബീഫ് മസാല അതാട്ടാ ചേർത്തത്. ഗരം മസാല മാത്രം കുറച്ച് കൂടുതൽ ചേർത്തിട്ടുണ്ട്. ബാക്കിയെല്ലാം 1/4 ടീസ്പൂൺ വെച്ചിട്ട് ചേർത്തത്. എന്നിട്ട് നല്ല പോലെ ഒന്നും കൂടി മിക്സാക്കി കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മൾ ബീഫ് വേവിക്കുമ്പോൾ എടുത്ത് കുറച്ച് വെള്ളം ബാക്കിയുണ്ടായിരുന്നു കേട്ടോ. അതും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്കിപ്പോൾ വെള്ളം ഇല്ലെങ്കിൽ, ബീഫ് വേവിച്ചെടുത്ത വെള്ളം ഇല്ലെങ്കിൽ അതിന് പകരം നമ്മളെ ചിക്കൻ ക്യൂബ് ഉണ്ടല്ലോ, പിന്നെ മാഗി ക്യൂബെല്ലാം നമ്മൾ ഹോം മെയ്ഡൊക്കെ ആയിട്ട് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച ബീഫും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഈ ഉള്ളിയും ബീഫും മൊത്തത്തിൽ മസാലപ്പൊടിയൊക്കെ മൊത്തത്തിൽ ഒന്ന് യോജിച്ച് വരട്ടെ. അതുവരെ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇനിയിപ്പോൾ അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കുറച്ച്
മല്ലിച്ചപ്പും അതുപോലെ തന്നെ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കട്ടെ. കുറച്ച് മാത്രമായിട്ടാണ് ചേർക്കുന്നത്, വളരെ കുറച്ചേ ചേർക്കുന്നുള്ളൂ. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. ഇത്രയേ ഉള്ളൂ നമ്മളെ മസാലേൻ്റെ പണി. നല്ല പോലെ ലാസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് മൊത്തത്തിൽ എല്ലായിടും യോജിച്ച് ഉപ്പൊക്കെ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിയാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് മൂടി വെക്കാം. ഇനിയിപ്പോൾ നമുക്കിത് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. അതിന് വേണ്ടിയിട്ട് അതിൽ നിന്ന് നമുക്കിതൊന്ന് സെറ്റാക്കി എടുക്കണമല്ലോ മസാലയും പരിപ്പൊക്കിൻ്റെ കൂട്ടൊക്കെ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുറച്ച് ഓയിൽ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന തവി ഉണ്ടല്ലോ, അതുപോലത്തെ ഒരു തവിയും കൂടി എടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലേക്ക് കുറച്ച് ക്ലീൻ റാപ്പ് ചുറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് അടിയിൽ മാത്രമായിട്ടാണ് ചുറ്റി കൊടുത്തത്, മേലെയൊന്നും ചുറ്റി കൊടുത്തിനില്ല. ഇതല്ലാണ്ട് ഇലയോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വെച്ച് കൊടുക്കട്ടെ നിങ്ങൾക്ക്. എന്നിട്ട് അത് നല്ല പോലെ ഒന്ന് ഓയിൽ പുരട്ടി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച പരിപ്പിൻ്റെ കൂട്ടുണ്ടല്ലോ, ആ ഒരു കൂട്ടിൽ ഓരോ ബോൾസാക്കിയോ അങ്ങനെ വേണമെങ്കിലും എടുത്തിട്ട് ഇതിലേക്ക് നല്ല പോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഉണ്ടല്ലോ തീരെ പരിപ്പ് വടയൊന്നും ഉണ്ടാക്കാൻ അറിയില്ലാത്തവർക്കല്ല നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ഒരു സ്റ്റൈലിൽ തന്നെ അല്ലെങ്കിൽ ചെറിയൊരു ബോക്സ് മോഡലൊക്കെ ആക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആക്കി എടുക്കട്ടെ. അത് ഭയങ്കര സിമ്പിളാണ്. നമുക്കൊരു 10-15 ഒക്കെ ഉണ്ടല്ലോ നിമിഷം നേരം കൊണ്ട് ഇങ്ങനെ ആക്കി എടുക്കട്ടെ. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ കയ്യിലൊന്നും അധികം ഒട്ടിപ്പിടിക്കുന്ന സീനോ ഒന്നുമില്ല, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഞാൻ നല്ല പോലെ ആ ഒരു തവിയിലേക്ക് പ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മേലേക്ക് ഇതാ ഞാൻ മസാല ഉരുട്ടി വെച്ച് കൊടുക്കുക. എന്നിട്ട് വീണ്ടും അതേപോലെ തന്നെ ഒരു ബോള് പരിപ്പ് തന്നെ എടുത്തിട്ട് വീണ്ടും അതിൻ്റെ മേലൊന്നായി കൊടുക്കുക. എന്നിട്ട് ഇതാ ഇതുപോലെ ജസ്റ്റ് ഒന്ന് മേലോട്ട് പൊക്കി കൊടുക്കുക. അല്ലെങ്കിലുള്ളല്ലോ നേരെ നമ്മൾ കയ്യിലേക്ക് മലർത്തി കൊടുക്കുക. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി. ഭയങ്കര സിമ്പിളായിട്ട് തന്നെ അതിൽ നിന്ന് വിട്ട് വരും കേട്ടോ. നമുക്ക് ഒട്ടും കൈ ഒട്ടിപ്പിടിക്കുന്നതോ ഒന്നും പ്രശ്നമില്ല. ഓയിലൊന്നും ഇല്ലാണ്ടും ചെയ്തിട്ട് എടുക്കട്ടെ. ഇത് ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിനെ കൊണ്ട് വലിയതല്ലേ ആവുന്ന കേട്ടോ. പക്ഷേ അല്ല, ഇതിൽ തന്നെ നമുക്ക് ചെറിയ രീതിക്കും ചെയ്തിട്ട് എടുക്കട്ടെ. ഇതിപ്പോൾ ചെറിയൊരു ബോളായിട്ടാണ് ഞാൻ എടുത്തത്. അതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മസാല മാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലേക്ക് വീണ്ടും നമ്മൾ എടുത്തു വെച്ച പരിപ്പിൻ്റെ കൂട്ടുണ്ടല്ലോ അതിൽ നിന്ന് ഇട്ട് കൊടുക്കട്ടോ. വെച്ച് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് എടുക്കുക. ഇത്രയേ ഉള്ളൂ. നമുക്ക് എത്ര ചെറുത് വേണമെങ്കിലും എത്ര വലുത് വേണമെങ്കിലും ചെയ്യാം. ജസ്റ്റ് ഒന്ന് കയ്യിലേക്ക് തിരിച്ചിട്ടങ്ങ് മുട്ടിക്കൊടുക്കട്ടോ. ഇത് പെട്ടെന്ന് നടക്കുന്ന ഒരു കാര്യം. പെട്ടെന്ന് കഴിയും കേട്ടോ. നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടും പെട്ടെന്ന് കഴിയും. അധികം കയ്യിലോ അങ്ങനെ ഒട്ടുന്ന സീനോ ഇല്ല. നമ്മൾ ആദ്യം തന്നെ ബോൾസാക്കി വെച്ചാൽ മതി കേട്ടോ പരിപ്പ്. അപ്പോൾ നമുക്ക് അത്ര പ്രശ്നം ഉണ്ടാവില്ല, വേഗം കഴിയും. പിന്നെ ഷോപ്പിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ഒരു സ്റ്റൈലിൽ തന്നെ കിട്ടുകയും ചെയ്യും. പിന്നെ സ്ഥിരമായിട്ട് പരിപ്പോടെയൊക്കെ ആക്കുന്ന ആൾക്കാർക്കുണ്ടല്ലോ ഇത് പെട്ടെന്ന് കഴിയും കേട്ടോ. അങ്ങനത്തെ ഒരു കൈ വെച്ചിട്ട് തന്നെ ചെയ്യലാണ് നല്ലത്. ഇപ്പം ഞാൻ ഇങ്ങനെയാണ് ചെയ്തിട്ട് എടുത്തത്, ഇന്ന് പെട്ടെന്നാകുന്നതുകൊണ്ട് തന്നെ. അപ്പോൾ ഇതാ ഞാൻ മൊത്തമായിട്ട് ഉരുട്ടി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഒരു ഇരുമ്പിൻ്റെ ചട്ടി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഞാനിത് മീഡിയം ഫ്ലെയിമിലാട്ടാണ് വെച്ചത്. എന്നിട്ട് എല്ലാം ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. ആദ്യം 2 പീസ് ഇട്ടിട്ടാണ് ഫ്രൈ ചെയ്തിട്ട് എടുത്തത്. നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് എടുത്താൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ ഒരു കളറും ഉണ്ടാകും. അതുപോലെ തന്നെ ഉള്ളൊക്കെ മൊത്തത്തിൽ കുക്കായിട്ട് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ. നല്ല ക്രിസ്പി ആയിരിക്കും ഇത്. അപ്പോൾ ഒന്നാമത്തെ ബാച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത്രയും കേട്ടോ. നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ നമുക്ക് മൊത്തത്തിൽ വേഗം പൊരിച്ചിട്ട് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതെങ്ങനെ കറക്റ്റായിട്ടുള്ള പരിവായെന്ന് തിരിയാന്ന് വെച്ചാൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സൗണ്ട് ഉണ്ടാവും കേട്ടോ, കലവില സൗണ്ട് ഉണ്ടാവും. അപ്പോഴാണ് നമുക്കിത് കറക്റ്റ് നല്ല ക്രിസ്പി ആയി കിട്ടിയെന്നറിയാം. അപ്പോൾ ഞാൻ മൊത്തത്തിൽ ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇതാണ് ഫൈനൽ ലുക്ക്. നല്ല അടിപൊളി ഒരു സ്നാക്കാട്ടോ. നമ്മൾ പ്രതീക്ഷിക്കാത്ത പരിപ്പ് വടക്ക് ഇത്രയും ടേസ്റ്റ് ഉണ്ടോയെന്ന് തോന്നിപ്പോകുന്ന ഒരു അടിപൊളി സ്നാക്കായത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തേക്കട്ടോ. ഇതിപ്പോൾ നല്ല ക്രിസ്പിയാണ് പുറം, അതേപോലെ തന്നെ ഉള്ളൊക്കെ നല്ല സോഫ്റ്റാണ്. നമ്മൾ നല്ല അടിപൊളി മസാലയും കൂടിയാണല്ലോ ഉള്ളിൽ വെച്ചത്. നമുക്ക് ആ പരിപ്പ് വടൻ്റെ കറക്റ്റ് കളറൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ചെറുതും വലുതും ഒക്കെ ആയിട്ട് കേട്ടോ ഫ്രൈ ചെയ്തിട്ട് എടുത്തത്. ഇത് ഏകദേശം എനിക്കൊരു 8 പീസാണ് കിട്ടിയത്. അതിൽ ചെറുതും ഉണ്ട് വലുതും ഉണ്ട് കേട്ടോ. ഒരു 1.5 കപ്പ് പരിപ്പിന് ഒരു 8 പീസായിട്ടാണ് കിട്ടിയത്. ഇതിൽ വേണമെങ്കിൽ മസാല കുറച്ച് കൂടുതലായിട്ടുണ്ടായിരുന്നു കേട്ടോ. പരിപ്പ് കറക്റ്റായിട്ട് തന്നെ ഉള്ളൂ, 8 പീസിന് മാത്രമേ ഉള്ളൂ. മസാല കുറച്ച് കൂടുതലുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇപ്പോൾ വേണമെങ്കിൽ ഒരു മീഡിയം സൈസിലുള്ള ഉള്ളിയൊക്കെ എടുത്താൽ ഇതിന് കണക്കായിട്ടുള്ള മസാലയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഞാനിത് കട്ട് ചെയ്തിട്ട് കാണിച്ചുതരാം. ഇതിൻ്റെ പുറം നല്ല ക്രിസ്പിയാണ്, ഉള്ള നല്ല സോഫ്റ്റാണ് കേട്ടോ. നമ്മളെ ബീഫും പരിപ്പൊക്കെ ചേർന്നിട്ട് അടിപൊളി ടേസ്റ്റാണ്. പരിപ്പ് വടേൻ്റെയും ബീഫിൻ്റെയൊക്കെ ഒരു മണവും അടിപൊളി ടേസ്റ്റാട്ടോ. ഇതെങ്ങനെ കഴിക്കണ്ടേന്ന് ഞാൻ പറഞ്ഞുതരാം. കുറച്ച് കെച്ചപ്പെടുത്തിയിട്ട് ഇതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ ഒന്ന് കറമുറ കടിച്ചങ്ങ് തിന്നട്ടോ. അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ചില ആൾക്കാരുണ്ടല്ലോ പരിപ്പ് വട ഇഷ്ടമില്ലാത്ത ആൾക്കാർ, അങ്ങനത്തെ പോലെ എന്തായാലും ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം കൂടി ആയിട്ടത്. പിന്നെ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും പരിപ്പ് വട. അത്രക്കും ടേസ്റ്റുള്ളൊരു സാധനം ഇത് കേട്ടോ. അതുപോലെ തന്നെ പരിപ്പ് വട ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരെങ്കിലും നിങ്ങളും ഒരു പ്രാവശ്യം ഇത് ട്രൈ ചെയ്യണം. പിന്നെ നിങ്ങൾ ഇതുപോലെ മാത്രമേ ഉണ്ടാക്കൂ, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടേക്കെന്ന് വിചാരിക്കുന്നത്. ഇത്രയുള്ളൂ നമ്മളെ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക് ചെയ്യാണ്ട് പോയല്ലേ മക്കളെ, ഇപ്പം തന്നെ ഒരു ലൈക്ക് ഇട്ടേക്ക്, അല്ലെങ്കിൽ മറന്നു പോവും.
അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും ഒരു കമൻറ്റും കൂടി ഇടുക, ഒരു ഹാർട്ടെങ്കിലും ഇട്ടിട്ട് പോവാം മക്കളെ. അതുപോലെ തന്നെ നാളെ ഇതേ സമയം ഇതേ നേരം അടുത്ത വീഡിയോ കൊണ്ട് വരുന്നവരെ താങ്ക് യു സോ മച്ച്. ബൈ.